ഹൈ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളിപ്പം ഹിമാലയൻ്റെ എക്സോസ്റ്റ് മാറുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്തത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ കളർ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇത് സ്റ്റോക്കായിട്ടുള്ള സ്നോ വൈറ്റ് എന്ന് പറഞ്ഞൊരു കളറാണ്. അപ്പോൾ നമ്മളിത് മാറി ബ്ലാക്ക് ആക്കാൻ പോവുകയാണ്. അപ്പം ബ്ലാക്ക് ആക്കുമ്പോഴത്തേക്കും നമ്മളിപ്പം RTO ഓഫീസിൽ അറിയിക്കണം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ RC ബുക്കിലുള്ള കളർ നമ്മൾ മാറ്റുകയാണ്. അപ്പം അത് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടിയുടെ കളർ മാറ്റുന്നതിനായിട്ട് നമ്മൾ ആദ്യം ബ്രൗസറിൽ കയറുക. ഞാനിപ്പോൾ ഗൂഗിൾ ക്രോമാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ പരിവാഹൻ.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറുമ്പോഴത്തേക്ക് അവരുടെ ഒരു വെബ്സൈറ്റ് കാണാം. അതിൽ ഓൺലൈൻ സർവീസസിൻ്റെ അകത്ത് വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റേറ്റ് ചോദിക്കും. അപ്പോൾ ആ സ്റ്റേറ്റ് നമ്മൾ കേരള കൊടുക്കും. കേരള കൊടുത്ത ശേഷം ഇതിൽ സെലക്ട് RTO എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇപ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. അവിടെ നമ്മൾ സെലക്ട് RTOൻ്റെ അവിടെ നമ്മളിപ്പോൾ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ് കൊടുക്കും. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തായതുകൊണ്ടാണ് ഞാൻ ട്രിവാൻഡ്രം കൊടുക്കുന്നത്. ട്രിവാൻഡ്രം കൊടുത്ത് നമ്മൾ പ്രൊസീഡ് കൊടുക്കണം. പ്രൊസീഡ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു പേജ് ഓപ്പൺ ആവും. ഇതിൽ നമുക്ക് ആൾട്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കളർ മാറ്റുന്നതിനായിട്ട് ആൾട്രേഷൻ ഓഫ് വെഹിക്കിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ആൾട്രേഷൻ ഓഫ് വെഹിക്കിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിരിക്കുന്നു. അതിൽ നമ്മൾ വാഹനത്തിൻ്റെ നമ്പറും ചേസിൻ്റെ അവസാനത്തെ 5 ഡിജിറ്റും നമ്മൾ എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ഡീറ്റെയിൽസ് കൊടുക്കണം. ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം നമ്മുടെ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ജനറേറ്റ് OTP കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫോണിലോട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരും. ആ OTP അവിടെ എൻ്റർ ചെയ്യണം. നമ്മൾ OTP കൊടുത്ത ശേഷം സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ വരും. കണ്ടോ, ഇതിൽ ആഷ് കളറിൽ കിടക്കുന്ന ഭാഗങ്ങളൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി ഓപ്ഷൻസിലൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിൽ കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ട, ഇതിലിപ്പോൾ കളർ കിടക്കുന്നതെന്ന് വെച്ചാൽ സ്നോ വൈറ്റ് എന്ന് പറഞ്ഞൊരു കളറാണ് ഇപ്പോൾ കിടക്കുന്നത്. ഞാനത് മാറ്റി ലൂസിഫർ ബ്ലാക്ക് എന്നാണ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. എൻ്റെ വണ്ടീൻ്റെ കളറിൻ്റെ പേര് ഞാൻ ലൂസിഫർ ബ്ലാക്ക് എന്ന് പറഞ്ഞാണ് കളർ കൊടുത്തിരിക്കുന്നത്. ലൂസിഫർ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ താഴോട്ട് പോകുമ്പോഴത്തേക്കും ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ കാണിക്കുന്നത് 195, പിന്നെ യൂസർ ചാർജ് 50 രൂപ, ടോട്ടൽ 245 രൂപ. അപ്പോൾ പ്രൊസീഡ് കൊടുക്കുമ്പോഴത്തേക്കും 245 രൂപ കൺഫേം പേയ്മെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അതിൽ നമ്മൾ കൺഫേം പേയ്മെൻറ്റ് കൊടുക്കുക. കൺഫേം പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജ് ഓപ്പൺ ആവും. പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഓപ്പൺ ആവുന്നത്. അതിൽ നമ്മുടെ എമൗണ്ട് കാണിക്കും. ആ എമൗണ്ടിൽ നമ്മൾ ഈ ട്രഷറി സെലക്ട് ചെയ്ത ശേഷം അക്സെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ കൊടുത്ത ശേഷം കണ്ടിന്യൂ കൊടുക്കും. കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഓപ്ഷൻ വരും പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ട്. നെറ്റ് ബാങ്കിങ്, കാർഡ് പേയ്മെൻറ്റ്, UPI പേയ്മെൻറ്റ്. നമ്മളപ്പം പേയ്മെൻറ്റ് അടയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു റെസിപ്റ്റാണ് കിട്ടുന്നത്. കണ്ട, ഇങ്ങനെ ഒരു റെസിപ്റ്റ് കിട്ടും. ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം നമുക്കൊരു റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റും ഒറിജിനൽ RC ബുക്കും ഇൻഷുറൻസിൻ്റെ കോപ്പിയും പൊല്യൂഷൻ്റെ കോപ്പിയുമായിട്ട് നേരെ നമ്മൾ റീടെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് വണ്ടി കൊണ്ട് കാണിക്കണം. വണ്ടി കൊണ്ട് കാണിച്ചിട്ട് നമ്മൾ വെഹിക്കിൾ ഇൻസ്പെക്ടർ വണ്ടി ഇൻസ്പെക്ട് ചെയ്തിട്ട് പേപ്പറൊക്കെ വാങ്ങിച്ച് വയ്ക്കും. എന്നിട്ട് പുതിയ RC ബുക്ക് അവർ അയച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു കളർ ചേഞ്ചിനായിട്ട് നമ്മളിപ്പം റീപെയിൻ്റ് അല്ല ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ വേറൊരു ബ്ലാക്ക് സ്റ്റോക്ക് ബ്ലാക്കും ഇതിൻ്റെ മഡ് ഗാർഡും ഉണ്ട്. നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു റിയർ മഡ് ഗാർഡ്, ഫ്യൂൽ ടാങ്ക്, ഫ്രണ്ടിലത്തെ മഡ് ഗാർഡ്, ഇത്രയാണ് ആക്ച്വലി കളർ വരുന്നത്. ഈ ഇത്രയും ഭാഗങ്ങളാണ് ഞാൻ മാറുന്നത്. അപ്പം എനിക്ക് OLX വഴി ഛത്തീസ്ഗഡിൽ നിന്ന് എനിക്കൊരു പുതിയൊരു ടാങ്കും മഡ് ഗാർഡും കൂടെ കിട്ടിയിട്ടുണ്ട്. കണ്ട, ഒരു ബ്ലാക്ക് ടാങ്കാണ്. കണ്ട, ബ്ലാക്ക് ടാങ്കും ഫ്രണ്ടിലത്തെ മഡ് ഗാർഡും ബാക്കിലത്തെ മഡ് ഗാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് 3000 രൂപയ്ക്കാണ് കിട്ടിയത്. കണ്ട, ബ്ലാക്കാണിത്. അപ്പം നമ്മളിത് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഫിറ്റ് ചെയ്ത ശേഷം നമ്മളിപ്പം നാളെ ഞാൻ വെഹിക്കിൾ ഇൻസ്പെക്ടറിനെ കൊണ്ട് വണ്ടി കാണിക്കും. വണ്ടി കാണിച്ച ശേഷം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ RC ബുക്ക് വരുന്നതാണ്. നമുക്കിപ്പം ഈ സാധനങ്ങളൊക്കെ മാറ്റാം. ഈ ഫ്രണ്ടിലത്തെ മഡ് ഗാർഡ് ഇളക്കാൻ കുറച്ച് എളുപ്പമാണ്. കണ്ട, അടിയിലത്തെ ഒരു 4 ബോൾട്ടുണ്ട്. ഈ 4 ബോൾട്ട് ഊരിയാൽ ഇതങ്ങ് ഊരി വരും. പിന്നെ ടാങ്ക് ഊരാനായിട്ട് നമ്മൾ സീറ്റ് മാറ്റിയ ശേഷം ഇവിടെ ഒരു ബോൾട്ടുണ്ട്. ഈ ബോൾട്ട് ഊരിയ ശേഷം അടിയിൽ വരുന്ന ഫ്യൂൽ ടാങ്കിൽ നിന്ന് കാർബറേറ്ററിലോട്ട് പോകുന്ന ആ ട്യൂബും പിന്നെ ഫ്യൂൽ ഗേജിൻ്റെ ആ ഒരു സോക്കറ്റും ഊരി മാറ്റണം. പിന്നെ ഈ ബാക്കിലത്തെ റിയർ മഡ് ഗാർഡ് ഊരാനായിട്ട് കുറച്ച് പാടാണ്. ഈ സീറ്റ് ഇളക്കിയ ശേഷം കുറച്ച് ബോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും ഊരി മാറ്റണം. ഇതും ഊരി മാറ്റിയിട്ട് മറ്റേ റിയർ മഡ് ഗാർഡിൽ ഫിറ്റ് ചെയ്യേണ്ടതാണ്.
ഇൻഡിക്കേറ്റർ ഉരുമാറ്റണം. അപ്പം നമുക്കിത് ഉരുമാറ്റി കളർ ചേഞ്ച് ചെയ്യാം. നമ്മുടെ ലൂസിഫറാണിത്. അല്ല, ബ്ലാക്ക് ടാങ്കും ബാക്കിലത്തെ മഡ് ഗാർഡും ഫ്രണ്ടിലത്തെ മഡ് ഗാർഡും നമ്മളിപ്പം ഇതിലോട്ട് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മൾ വെക്കാൻ പോകുന്ന മഡ് ഗാർഡാണ്. ഇവിടെയാണ് ആക്ച്വലി ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പം ഇൻഡിക്കേറ്റർ ഞാൻ കുറച്ചുകൂടെ താഴെ ഇവിടെ ഈ പോർഷനിലായിട്ടാണ് കൊടുക്കുന്നത്. ഈ പോർഷനിൽ ഇൻഡിക്കേറ്റർ കൊടുക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ഒരു ക്ലാമ്പുണ്ട്. ഇത് ഞാൻ സാഡിൽ സ്റ്റേ വാങ്ങിച്ചപ്പോഴത്തേക്ക് എനിക്ക് അവർ കൂടെ തന്നതാണിത്. അതും സാഡിൽ സ്റ്റേയും ഞാൻ OLX വാങ്ങിച്ചതാണ്. അപ്പം സ്പെഷ്യലി ഇങ്ങനെ ഡിസൈൻ ചെയ്ത ഒരു ക്ലാമ്പാണത്. ഈ ക്ലാമ്പ് നമ്മൾ ഇങ്ങനെ ഇതിൽ ഫിറ്റ് ചെയ്യും. കണ്ട ഇങ്ങനെ ഇതിൽ ഫിറ്റ് ചെയ്യും. ഇങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഹോളിൽ കൂടെയും നമുക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കാൻ പറ്റും. ഞാനും നിൽക്കുമായിരുന്നല്ലോ. ശരിയാക്കി തരാം. അതുകൊള്ളല്ല, അതെന്തിനു വേണം. നമുക്ക് ശരിയാക്കി ഇങ്ങനെ കേട്ടെ. അവള് ശരിയാവുന്നില്ല. ഇങ്ങനെ ശരി.